നിതിന്റെ മതിയായി സഹോദരി നികിത കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് അല്പസമയം. നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ എത്താമേ. നികിത, അങ്ങേയറ്റം സങ്കടം, അങ്ങേയറ്റം വേദന, നിങ്ങളുടെ ആ വേദനയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ അന്വേഷണം നടത്തിയിടത്തോളം ഇത് നിതിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ അധ്യാപകർ റാമും സംഗീത നമ്പ്യാരും മാത്രമല്ല, അവർ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് മുഴുവൻ ഇത്തരത്തിൽ അസഭ്യം പറയുക, ഇത്തരത്തിൽ അവരെ കൊല്ലാക്കൊലക്ക് എഡ്ജിലേക്ക് തള്ളി നിർത്തുക എന്നത് ഇവരുടെ ഒരു ശീലമാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആലോചന? ഈ അധ്യാപകർ അവിടെ തുടർന്നാൽ ഇനിയും ഒരുപാട് വീട്ടകങ്ങളിൽ ഒരുപാട് നിതിന്മാരെ അവർ അമ്മമാർക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല നികിത. അതെ സാർ, തീർച്ചയായും സാർ, തീർച്ചയായും. ഇനിയും ഇതുപോലുള്ള അധ്യാപകരെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള കുട്ടികൾക്ക് ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നോമ്പ് പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അയാൾ വെള്ളം കൊടുക്കുന്നു, അതുപോലെ കുട്ടികളെ ആക്ഷേപിക്കുന്നു. അത് പേപ്പർ എടുത്തുകൊണ്ടൊന്ന് വായിക്കാൻ എഴുതാൻ അറിഞ്ഞുകൂടെ? വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ എങ്ങനെയാണ് ഇതുവരെ എത്തുന്നത്? വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ. ഞാൻ ഇവിടെ ടാർഗറ്റ് ചെയ്ത കുട്ടികൾ ആരും ജീവനോടെ പുറത്ത് പോകില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിലടിച്ച് നമ്മൾ പുറത്ത് നിന്ന് തമ്മിൽ തീർക്കാടാ എന്ന്. ഇത് സെക്കൻഡ് ഫസ്റ്റ് ടൈം ഇവൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ വെളിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാർ ഇടിച്ച് നിന്നെ ഞാൻ കൊല്ലും എന്ന് ഇതിന് മുന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇവനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചതെന്ന് അറിയത്തില്ല. ഇനി കാസ്റ്റിൻ്റെ പേരിലായതുകൊണ്ടാണോ ഈ കാസ്റ്റിലുള്ള കുട്ടി ഇങ്ങനെ ഫസ്റ്റ്, അതായത് ഇത്രയും ക്ലാസ് ഫസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ക്ലാസ്സിൽ, അതായത് ബി ബാച്ചാണ് ഇവർ, AB എന്നുള്ള ബാച്ചിൽ ഇവൻ ബി ബാച്ചാണ്. ബി ബാച്ചിൽ ഈ കാസ്റ്റിൽ ഇത്രയും നല്ല പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അല്ല, പുറത്തു വെച്ച് വണ്ടി ഇടിച്ച് കൊല്ലുമെന്ന് വരട്ടുന്നത് ഈ റാം തന്നെയാണോ? ഇവിടെ വന്ന് റാം തന്നെയാണ് വണ്ടി ഇടിച്ച് കൊല്ലും, നിന്റെ കൈയെ വെട്ടിയെടുക്കും എന്ന് ഇയാൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയാളാണോ കൊന്ന് ഒരു 5ാമത്തെ നിലയിൽ നിന്ന് സൂയിസൈഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നല്ല രീതിക്ക് ഒരു ഇഞ്ചറി ഉണ്ടാവേണ്ടതാണ്. ഇത് ഇയാൾ എന്തോ ചെയ്തിട്ട് ഇയാൾ കൊന്നതാണ്, അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാര്യം അവ അന്ന് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചത്. ഇയാൾ എന്തിനെന്നെ ഇങ്ങനെ ഇത്രയും അപമാനിച്ചു, അമ്മ എന്തിനിങ്ങനെ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു, നിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വരാത്തതുകൊണ്ട് നിൻ്റെ C മാർക്ക് 3 മാർക്ക് ഞാൻ കട്ട് ചെയ്യോടാം. നിൻ്റെ പാരൻറ്റിനെ വിളിച്ചിട്ട് പറ, സർപ്രൈസ് കൊടുക്കുക അവർക്ക്. 3 മാർക്ക് മോൻ്റെ മാർക്ക് ഞങ്ങളിങ്ങനെ എടുത്തു. ഇവൻ ക്ഷമിച്ച് അങ്ങേയറ്റം എത്തിയതിന് ശേഷമാണ് ഇവൻ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഇയാൾക്ക് പിന്നെ ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതായത് നാണക്കേടായ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ അവനെയും വിളിച്ചിട്ട് ഷർട്ടിൻ്റെ ഹോളർ പിടിച്ചുകൊണ്ട് പോയി സ്റ്റാഫ് റൂമിൽ പോയി എഴുതി മേടിച്ചു. അതായത് ഇന്നലെ നടക്കുന്ന ഡെൻ്റൽ അനാട്ടമി എക്സാമിൻ്റെ കൂടെ ഫസ്റ്റ് സെം എക്സാമും കൂടെ എഴുതി കൊടുക്കുക. അത് പറഞ്ഞ് എനിക്കങ്ങനെ എഴുതാൻ പറ്റില്ല, 2 ഡേറ്റ് തന്നാലേ എനിക്ക് എഴുതാൻ പറ്റും, എനിക്കത് ഒരുമിച്ച് പഠിക്കാൻ പാടാണ്, 2 ഡേറ്റ് തന്നാലേ എനിക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഇയാളത് സമ്മതിച്ചു കൊടുത്തില്ല. ഒരു ഡേറ്റ് തന്നെയാണ് ഇവൻ എക്സാം ഇട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഇവ എഴുതേണ്ട എക്സാം 2 എക്സാമായിട്ടാണ് എഴുതുന്നത്. അതായത് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും. എത്രയോ സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ തോറ്റ്. ഇവര് കമാന്ന് മറുത്തൊരക്ഷരം പറയുന്ന ആളെ തോപ്പിച്ചവൻ അവരുടെ ഭാവി ഇല്ലാതാക്കുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സംഘം അധ്യാപകരാണ് കേട്ടോ ഇവര്. പ്രാക്ടിക്കലിന് ജയിക്കുകയാണെങ്കിൽ അവർ, അതെ, ഇവർ പ്രാക്ടിക്കലിന് തോപ്പിച്ച തിയറിയിൽ തോപ്പിക്കും. ഇവർ അതായത് പിള്ളേരെ മുന്നോട്ട് പോവാൻ സമ്മതിക്കൂല. അയാൾ തന്നെ തോപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പറയണതാണ് അവിടെ എല്ലാവരും, അതായത് മെഡിക്കൽ കോളേജല്ല, ഡെൻ്റൽ കോളേജിൽ അയാൾ തീരുമാനിക്കും, ബാക്കി എല്ലാവരും അനുസരിക്കും. നികിത എല്ലാ ദിവസവും അവൻ ഫോണിൽ വിളിക്കുമായിരുന്നു കേൾക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിലെ അധിക്ഷേപത്തിന്റെ പീഡനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഈ പുഴുത്ത പട്ടി എന്നൊക്കെ ഇയാൾ ക്ലാസ്സിൽ വിളിച്ചിരുന്ന വാക്കുകളാണോ നികിത? അതെ, എല്ലാ രീതിക്ക് പീഡനത്തിന്റെ കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് സിക്ക് റൂമിൽ കൊണ്ട് കിടത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒറ്റയ്ക്കൊരു റൂമിൽ എന്തിനാണ് കൊണ്ട് കിടത്തിയത്? അതൊരു ആൺകുട്ടി, ഒരു പെങ്കൊച്ചാണെങ്കിൽ ആൺകൊച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ? ഞങ്ങൾ ഫീസ് കൊടുത്തിട്ടല്ലേ അവിടെ നിൽക്കുന്നത്? എന്ത് റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണോ? അതോ ഞങ്ങൾക്ക് ഗ്രാൻഡ് വരുന്നതുകൊണ്ട് മാറ്റി നിർത്തിയതാണോ? ഗ്രാൻഡ് വന്നതിന് ശേഷം ഒരുമിച്ച് കിടത്താന്നുള്ള രീതിക്കാണ്. സിക്ക് റൂമിൽ എന്തിനാണ്? പേഷ്യൻസ് വന്ന് കിടക്കുന്നത്, അതായത് എന്തെങ്കിലും എമർജൻസി പേഷ്യൻ്റ് വന്ന് കിടക്കുന്ന റൂമല്ലേ അത്?
എന്നിട്ട് ഞങ്ങളത് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ പറ്റത്തില്ല, ഇവ ആദ്യമേ കിടന്ന റൂം തന്നെ ഇവർ വേണം എന്ന് ഞങ്ങളവിടെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളത് ഇവിടെ വിളിച്ച് പറഞ്ഞു. കമൽ എന്ന് പറയുന്ന സാർ, അതായത് വാർഡൻ ജോബി എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞാനാണ് വിളിച്ച് സംസാരിച്ചത്. രണ്ടുപേരുടെ വിളിച്ച് സംസാരിച്ചു, അതുപോലെ അച്ഛൻ വിളിച്ച് സംസാരിച്ചു, ചേട്ടൻ വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾ മൂന്നുപേരും വിളിച്ച് സംസാരിച്ചു. ആ റൂം പറ്റത്തില്ല, അവൻ കിടന്ന റൂം തന്നെ കൊടുക്കണം. ഈ കിടന്ന റൂമിൽ നിന്നും സാധനങ്ങൾ, ഈ കബോർഡ് ഉൾപ്പെടെ ബെഡ് വരെ മടക്കി കൊണ്ടുവന്ന് ഒരു പൊടിയടിക്കുന്ന റൂമിലേക്ക് തള്ളി നീക്കിയിട്ടു. കാര്യം ഇനി ഇവ അവിടെ പഠിക്കാൻ വരൂല എന്നുള്ള രീതിക്കാണ് അവരത് ചെയ്തത്. പക്ഷെ അവൻ വീണ്ടും അവിടെ പഠിക്കാൻ വന്നത് ഇഷ്ടപ്പെട്ട് കാണൂലായിരിക്കും. അതായിരിക്കും അയാൾ ഇത്രയും അവനെ ടോർച്ചർ ചെയ്ത് കൊന്നത്. നികിത, ഇത് അവന് എത്രയായാലും ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. ആ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി പോലും ഈ പറയുന്ന വീട്ടിലേക്കൊന്ന് വരിക. അധ്യാപകർ പോട്ടെ, അധ്യാപകർ ഇത്രക്കാരാണ്. ഈ നിതിൻ മരിച്ചതിൽ ഈ പറയുന്ന റാമിൻ്റെയോ അല്ലെങ്കിൽ ഈ സംഗീത നമ്പ്യാരുടെയോ അവിടുത്തെ ഒരൊറ്റ ഒരുത്തൻ്റെ അധ്യാപകൻ്റെ ഉള്ളിൽ വേദനയുടെ തരിമ്പില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. പോട്ടെ, അവർ വരില്ല. ഒരു കുട്ടി പോലും വരുന്നില്ല വീട്ടിലേക്ക്. എന്തുകൊണ്ടാണത്? ഇല്ല, എന്തുകൊണ്ടാണ് വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പേടിപ്പിച്ച പിള്ളേരെ നിർത്തും. ആ പിള്ളേർ അത് ചെയ്യണം. അത് ഇതിനു മുന്നേ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതായത് ഇൻസ്പെക്ഷന് വന്നിരുന്നു ഇതിനു മുന്നേ. അപ്പോഴിവർ ഈ ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് ഒന്നും ചെയ്യത്തില്ല. ബാത്റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും അവർക്കില്ല. ഒരു ടോയ്ലറ്റ് തന്നെ ഉണ്ടെങ്കിൽ മണിക്കൂറോളം സ്റ്റുഡൻ്റ് അവിടെ നിന്ന് അന്ന് ഇൻസ്പെക്ഷൻ ഇതുപോലെ ഏതോ ഒരു പെങ്കൊച്ച് കംപ്ലൈൻറ്റ് കൊടുത്ത് ഇൻസ്പെക്ഷന് വന്നപ്പോഴത്തേക്കും അവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഇത് ക്ലീനിങ് സ്റ്റാഫും അവരെല്ലാം കൂടെ ചേർന്ന് ഇവൻ്റെ ബെഡ് ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് തുടച്ച് തൂത്ത് നീറ്റാക്കിയിട്ടിരിക്കുന്നു ഹോസ്റ്റലിൽ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണി പോവും, ഇത് നിങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ പഠിക്കാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകള. ഇതാണ് ഇയാളുടെ ഭീഷണി. ഇത് അന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞതാണ്, നമുക്ക് മെയിൽ അയക്കാം, വീണ ജോർജ് മാമിന് നമുക്ക് മെയിൽ അയക്കാം എന്ന് പറഞ്ഞതായിരുന്നു. അവൻ തന്നെ പറഞ്ഞു, വേണ്ടടി എനിക്കൊരു ഇഷ്യൂ ഉണ്ടാവും, ഞാൻ ഇനി ഇവിടെ പഠിക്കേണ്ട കൊച്ചല്ലേ എന്നുള്ള പറഞ്ഞു അവ. ഇതിന് ഇനി ഇൻസ്പെക്ഷന് കയറി, പിന്നെ സിക്ക് റൂമിൻ്റെ കാര്യം പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം പറയരുത്. കാര്യം ഒരു കുട്ടിയെ പോലും സിക്ക് റൂമിൽ കിടത്താനുള്ള അവകാശം അവർക്കില്ല. അവന് ഇത് വന്നിരുന്നാൽ അവിടെ ഗ്രാൻഡ് ആണെങ്കിൽ പോലും ആ ക്യാഷ് അവിടെ കൊടുത്താലല്ലേ അവന് എക്സാം എഴുതിക്കോളൂ. അല്ലാതെ അവനെ വെറുതെ അല്ലല്ലോ അവർ എക്സാം എഴുതിപ്പിക്കണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.